തുടരുമെന്ന സിനിമ വലിയൊരു ചരിത്ര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിലും അതുപോലെ തന്നെ മോളിവുഡ് സിനിമയുടെ കരിയറിൽ തന്നെ. മോളിവുഡ് സിനിമയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട സിനിമയായി തുടരുമെന്ന സിനിമ മാറുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. വെറും 16 ദിവസം കൊണ്ട് ഗ്ലോബൽ എസ്റ്റിമേറ്റ് ചെയ്ത ബോക്സ് ഓഫീസ് കണക്കുകൾ എത്തി നിൽക്കുന്നത് 195 കോടിക്ക് മുകളിലാണ്. ഇന്നത്തെ ദിവസം കൊണ്ട് 200 കോടി മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിലൂടെ നേടുകയാണ്. ഒരേ വർഷം 200 കോടി ചിത്രങ്ങൾ. മോഹൻലാൽ ചരിത്രം എഴുതുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മോഹൻലാൽ കേരള ബോക്സ് ഓഫീസിൽ ടോപ്പ് ഗ്രോസറായി മാറിയ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇൻഡസ്ട്രി ഹിറ്റ്. ഇനി റെക്കോർഡുകളൊന്നും തിരുത്തി കുറിക്കാനില്ല മോഹൻലാലിന് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. എല്ലാ റെക്കോർഡുകളും സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതപ്പെട്ടു. ഇത് പറയുമ്പോൾ മോഹൻലാലിനെ തേടി നിരവധി ആൾക്കാരാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നത്. മോളിവുഡിൽ തന്നെ പല സംവിധായകരും മോഹൻലാലിനെ വെച്ച് ഇതുപോലൊരു ചിത്രം ചെയ്യാൻ വേണ്ടി കുതിക്കുകയാണ്. ആ കൊതിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പല സംവിധായകരും മോഹൻലാലിനെ വെച്ച് ഗംഭീര സിനിമകൾ ഒരുക്കാൻ ഒരുങ്ങുന്നു എന്നത്. അതുപോലെ തന്നെയാണ് അന്യഭാഷയിലും. ജയിലർ എന്ന സിനിമ മോഹൻലാലിന് കൊടുത്ത ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. അതുപോലെ മോഹൻലാലിനെ പ്രസന്റ് ചെയ്യണമെന്ന് ആരാധകർ പോലും പറയുമ്പോൾ അതുപോലുള്ള റോളുകളിലേക്ക് മോഹൻലാൽ എത്തിപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ കാണാനും കഴിയുന്നത്. ജില്ല പോലൊരു സിനിമ വന്നപ്പോൾ മോഹൻലാലിനെ ഗംഭീരമായി പ്രസന്റ് ചെയ്തിരുന്നു, അതും വിജയോടൊപ്പം. ഇപ്പോഴിതാ അതേപോലൊരു കോമ്പിനേഷൻ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. തുടരും കഴിഞ്ഞപ്പോൾ മോഹൻലാലിന് കിട്ടുന്ന കൂടുതൽ അഭിപ്രായങ്ങൾ ഈ ചിത്രങ്ങളിലേക്കുമൊക്കെ വരും. അതിന്റെ പോസിറ്റീവ്നെസ് എന്ന് പറയേണ്ടതുണ്ട്. അപ്പോഴാണ് തമിഴകത്തു നിന്നും മറ്റൊരു അതിശയിപ്പിക്കുന്ന വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. മികച്ച സിനിമകളിലൂടെയും ബോക്സ് ഓഫീസ് വിജയങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ നടനാണ് ശിവകാർത്തികേയൻ. നടന്റേതായി അവസാനമിറങ്ങിയ അമരൻ 300 കോടിയാണ് വാരിക്കൂട്ടിയത്. ഇപ്പോഴിതാ നടന്റെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള ഒരു വമ്പൻ റിപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും. ഗുഡ് നൈറ്റ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ പ്രേക്ഷക മനം കവർന്ന വിനായക് ചന്ദ്രശേഖറിനൊപ്പമാണ് ശിവകാർത്തികേയന്റെ അടുത്ത സിനിമയെന്നാണ് റിപ്പോർട്ടുകൾ. മലയാളത്തിലെ സ്വന്തം മോഹൻലാലും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു അച്ഛന്റെയും മകന്റെയും കഥ പറയുന്ന സിനിമയിൽ ശിവകാർത്തികേയന്റെ അച്ഛൻ വേഷത്തിലാകും മോഹൻലാൽ എത്തുക എന്നാണ് തമിഴ് ട്രാക്കേഴ്സ് സൂചിപ്പിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും പുറത്തു വന്നിട്ടില്ല. അന്ധകാരം, ടക്കർ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച പാഷൻ സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ മോഹൻലാലുമായി ശിവകാർത്തികേയൻ ഒന്നിക്കാൻ പോകുന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. AR മുരുകദോസ് ഒരുക്കുന്ന സിനിമയിൽ മോഹൻലാൽ ഒരു ക്യാമിയോ റോളിൽ എത്തിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ നിന്നിരുന്നു. എന്നാൽ അത് മോഹൻലാലിലേക്ക് എത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മോഹൻലാലിന്റെ ടൈറ്റ് ഷെഡ്യൂൾ കാരണം ചെയ്യാൻ പറ്റിയില്ലെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി സിനിമ വന്നാലേ പറയാൻ പറ്റൂ എന്ന രീതിയിലാണ്. AR മുരുകദോസ് ഒരുക്കുന്ന മദ്രാസിയാണ് ഇനി പുറത്തിറങ്ങാനുള്ള ശിവകാർത്തികേയന്റെ ചിത്രം. ചിത്രത്തിൽ ബിജു മേനോനും കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നുണ്ട്. ബിജു മേനോന്റെ കരിയറിലെ 9ാമത്തെ തമിഴ് ചിത്രമാണിത്. വിദ്യുത് ജംവാൽ, സഞ്ജയ് ദത്ത്, വിക്രാന്ത്, രുക്മിണി വസന്ത് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. മദ്രാസിയുടെ സംഗീത സംവിധാനം അനിരുദ്ധ് രവിചന്ദർ നിർവഹിക്കുന്നത്. ചിത്രം സെപ്റ്റംബർ 5-നാണ് തിയേറ്ററിൽ എത്തുന്നത്. എന്തായാലും ശിവകാർത്തികേയന്റെ ചിത്രത്തിൽ മോഹൻലാലിന് ഒരു ഗംഭീര വേഷം എന്നത് ഇപ്പോൾ കാട്ടുതീ പോലെ തമിഴ് മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ പ്രാധാന്യം നേടിയിരിക്കുന്നു ഈ ചിത്രത്തിന്റെ ഈ വിവരം. കാരണം മോഹൻലാൽ ഇപ്പോൾ കത്തി നിൽക്കുകയാണ്. മോളിവുഡും കഴിഞ്ഞ് അങ്ങ് ലോകം മുഴുവനും മോഹൻലാൽ എന്ന പേരും അദ്ദേഹത്തിന്റെ സിനിമകളും ശ്രദ്ധിക്കപ്പെടുന്ന അവസരത്തിലാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നതും. എമ്പുരാൻ അത്ര വലിയ ഓളമുണ്ടാക്കി നിന്ന് കഴിഞ്ഞപ്പോഴാണ് തുടരുമെന്ന ചിത്രം അതിലും വലിയ ഓളം ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ഈ വാർത്ത സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതും.